നമസ്കാരം, ഞാൻ നിത്യതി അഭിരാമി. നിത്യതി നൃത്ത നാട്യ കലാലയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, തിരുവോണ ദിനത്തിൽ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, തിരുവോണ ദിവസം എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് എനിക്കൊരു മേക്കപ്പ് ഉണ്ട്. ഓണായിട്ട് വീട്ടിൻ്റെ അടുത്തൊരു സ്ഥലത്തായിട്ട് ഭരതനാട്യം ഇറങ്ങുന്നുണ്ട് ആള്. അപ്പോൾ അതിൻ്റെ മേക്കപ്പും ആളുടെ ഡാൻസിൻ്റെ ഒക്കെ മേക്കപ്പിൻ്റെ ഒക്കെ വീഡിയോസ് ഇതിലൂടെ പോകുന്നുണ്ട്. അതും തിരുവോണ ദിനത്തിൽ തന്നെയാണ് എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി തന്നെ പൂക്കളമിടാനുള്ള പൂവൊക്കെ ഇറുത്ത് വെച്ചു ഞാൻ. എന്നിട്ട് പൂക്കളമൊക്കെ ഇട്ട് പടമൊന്നും വരയ്ക്കാതെ തന്നെ എൻ്റേതായ ഒരു രീതിയിലൊരു ചെറിയ അത്തപ്പൂക്കളം ഇട്ടു. പൂവ് വാങ്ങിക്കാനായിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയാണ് ഞാൻ കടയിൽ ചെന്നത്. അപ്പോഴത്തേക്കും പൂവൊക്കെ തീർന്നിരുന്നു. പിന്നെ കിട്ടിയ കുറച്ച് പൂവായിട്ടാണ് ഇപ്രാവശ്യം അത്തം ഇട്ടത്. പുറത്ത് അത്തം ഇടാൻ കഴിയത്തുമില്ലായിരുന്നു, നല്ല മഴയായിരുന്നു. പിന്നെ അമ്മ രാത്രി പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വന്ന് അത് കെട്ടുമായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ അമ്മയുടെ ജോലിയിൽ അമ്മ സ്റ്റാർട്ട് ചെയ്തു. അമ്മ പറഞ്ഞ കുറച്ച് ജോലികൾ മാത്രമാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തത്. കറക്റ്റ് പാത്രം കഴുകുന്ന സമയത്ത് കറണ്ടും. അങ്ങനെ അമ്മ പറഞ്ഞ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു. ഞാൻ ചെയ്ത ജോലിയെല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് അമ്മ രാവിലെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു. അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ സുന്ദരിയായിട്ട് ഒരുങ്ങി. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്ന് വേണമായിരുന്നു അമ്പലത്തിനകത്ത് കയറാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി കുഞ്ഞിനെയൊക്കെ എടുത്തു. വീട്ടിൽ വന്നു, സദ്യയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി. ഇതെല്ലാം കുക്ക് ചെയ്തത് എൻ്റെ അമ്മയായിരുന്നു കേട്ടോ. ഫുൾ പാചകം അമ്മയായിരുന്നു. ചെറിയ ചെറിയ സഹായങ്ങൾ ഞാനും എൻ്റെ അച്ചാമ്മയും ചെയ്തു കൊടുത്തു. പിന്നെ സദ്യയൊക്കെ കഴിക്കാനായിട്ട് ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ. ഇനി കഴിക്കാനായിട്ട് എടുത്തപ്പോഴാണ് ഓർത്തത്, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ ആദ്യം ഉരുള വയ്ക്കുമ്പോഴത്തേക്ക് കാണുന്നത്. സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യയും പായസമൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറായിരുന്നു. എല്ലാം നല്ല രുചിയോടെ ഞാൻ കഴിച്ചു. സാരി ഉടുത്ത് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നടന്നില്ല. നല്ല മഴയായതുകൊണ്ട് ചുരിദാർ ഇട്ടാ പോയത്. പിന്നെ കുട്ടി വന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടില്ലേ? ഇനി എന്താ പറയാ,
ഇപ്രാവശ്യത്തെ ഓണത്തിന് ചേട്ടനുണ്ട്, 2-3 വർഷമായി ചേട്ടൻ ഓണത്തിന് ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. ഇപ്രാവശ്യം ആളെ നാട്ടിലുണ്ട്. പക്ഷെ വീഡിയോസിലൊന്നും വരത്തില്ല കേട്ടോ. വീട്ടിലുള്ള ആരും വീഡിയോസിൽ വരത്തില്ല, അവർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോസിലൊന്നും വരാൻ. പിന്നൊന്നുമില്ല. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.